ഹലോ, നിങ്ങൾ ചോദിച്ച പോലെ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. പെട്ടെന്നാണ് വീട്ടിൽ നിന്ന് പുറത്തു പോകാന്ന് പ്ലാറ്റത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. പക്ഷെ എടുത്തു വന്നപ്പോൾ ഒരു തലയും വേറൊന്നുമില്ലാത്ത ഒരു വ്ളോഗായി പോയി. ഞങ്ങൾ നെസ്റ്റോയിലാണ് പോയത്. അപ്പോൾ എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ വേറെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ പോയത് ഈ ഒരു കാൻഡിൽ സെക്ഷനിലേക്കാണ്. ഇവിടെ കുറേ അധികം കാൻഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉദ്ദേശം പറഞ്ഞല്ലോ ക്രാഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു. പക്ഷെ നെസ്റ്റോ ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്ര അധികം ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ അവിടെ കണ്ട്. അതിലുള്ളതാണ് ഒന്ന് ഇതും, പിന്നെ ഈ ഐറ്റം. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയാണ് ഓർത്തത്. നമ്മുടെ ഗീവ് അവേയും അതുപോലെ ടോപ്പ് കമൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാനൊന്ന് ആലോചിച്ച് പോയി. എന്തായാലും സമയം വരട്ടെ, നമുക്ക് എല്ലാം സെറ്റാക്കാം. ഇവിടെ വീട്ടിലൊരാൾ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. പിന്നെ നേരെ വിട്ടത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടുന്ന് ജസ്റ്റ് കഴിക്കാനുള്ള ഐറ്റമൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ഇനി എന്താ ഉള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തിരക്ക് മെല്ലെ മെല്ലെ കൂടുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ കിട്ടിയ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് ബില്ലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ വരവിൻ്റെ മെയിൻ ഉദ്ദേശമായിട്ടുള്ള ക്രാഫ്റ്റ് സപ്ലൈസ് വാങ്ങാനായിട്ട് പിന്നെ പോയത്. എനിക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അവിടെയും ആസ് യൂഷ്വൽ നോ ഇൻട്രോ. അപ്പോൾ പിന്നെ നേരെ അവിടുത്തെ സാധനങ്ങളിലേക്ക് പോവുക. ആദ്യം തന്നെ കണ്ടത് ഈ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു. ഈ ക്ലോക്കൊക്കെ നല്ല ക്യൂട്ടാണ്. ജിറാഫിൻ്റെ ക്ലോക്കൊക്കെ ആണല്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കുറേ അധികം ഗിഫ്റ്റ് ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാതും നല്ല അടിപൊളിയായിട്ടായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ട അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഇവിടെ ഉള്ളതാണ്. ഈ ഒരു ഹോർ ഗ്ലാസ് ഞാൻ അവിടെ കണ്ടതാട്ടോ. അതിൻ്റെ ആ ഒരു സാൻഡ് വരുന്ന പോർഷൻ നോക്കുന്ന നല്ല എസ്തെറ്റിക് ആയിട്ടില്ല കാണാൻ. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ വേറെ പല കളറും ഉണ്ട്. പിന്നെ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല, നേരെ നമുക്ക് വേണ്ട ഐറ്റംസിലേക്ക് പോയി. പിന്നെ എനിക്ക് എന്തൊക്കെ വേണ്ടതെന്ന് ജസ്റ്റ് നോക്കി കുറച്ചൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മെയിൻ പ്ലാനിങ് ഫുള്ള് എൻ്റെ മൊബൈലിലായിരുന്നു. അത് ഞാൻ അതിസാഹസികമായി വീട്ടിൽ വെച്ചങ്ങ് മറന്നു. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ ഉള്ള ഓർമ്മ വെച്ചിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ഫുള്ള് സ്കെച്ച് ബുക്കിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ വാങ്ങാൻ വിചാരിച്ചതും പിന്നെ കിട്ടൂല എന്ന് വിചാരിച്ച കുറേ ഐറ്റംസ് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിയ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കണ്ട ആരും. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ലേറ്റ് ആവുന്നതിന് മുന്നേ വേഗം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ അതാ ഇത്രയും ഐറ്റംസാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. പറയാൻ മാത്രം അത്ര ഐറ്റംസ് ഒന്നും ഇല്ല, പക്ഷേ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചൊരു സാധനമാണ് ഈ ഒരു ക്രേപ്പ് പേപ്പർ. അതെന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. 3 കളറിലാട്ടോ വാങ്ങിച്ചത്. ഇത് വൈറ്റ് അല്ല, ഇതൊരു ലൈറ്റ് പർപ്പിൾ കളറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് കിട്ടിയത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ക്വാളിറ്റി എങ്ങനെയൊക്കെയാണെന്ന് പറയാം. ഈ ഒരു 3 കളർ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ കളർ പോലെ അല്ലേ. പിന്നെ നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇതുപോലത്തെ 2 ഫോം ഷീറ്റാണ്. 2 നല്ല കളറായിരുന്നു. ഇത് വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്ക്വയർ സ്റ്റിക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്, ബാമ്പു സ്റ്റിക്ക് എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ ഈ ഒരു ടേപ്പ് നോർമൽ യൂസിനൊക്കെ ആവശ്യമുള്ളതാണ്. പിന്നെ ഇതുപോലെ ടിഷ്യൂ ടേപ്പാണ് എടുത്തത്. എൻ്റെ അടുത്തുള്ളത് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് കഴിഞ്ഞിട്ടുണ്ടെന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അങ്ങനെ അറിയുന്ന ഐറ്റം അല്ല തോന്നുന്നുണ്ട്. ഞാൻ കമൻറ്റ് സെക്ഷനിലൊക്കെ കാണലുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് യൂസേജ് വരുന്നത്. ഇത് നമുക്ക് ജേർണിംഗ് ഒക്കെ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ്. പിന്നെ ഞാൻ ഇതുപോലെ ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബ്രഷ്, കുറച്ചൊന്നുമില്ല, ഒരു 3 ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കാൻഡിൽസാണ് എടുത്തത്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇൻട്രോയുടെ ഭാഗത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 3 എണ്ണം വരുന്നതല്ല, 4 എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഓൾറെഡി യൂസ് ആക്കിയിട്ടുണ്ട്. അത് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഐറ്റമാണ് ഇത്. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സാധനം എനിക്ക് കിട്ടി കേട്ടോ. പിന്നെ മേടിച്ചൊരു ഐറ്റമാണ് ഈ ഒരു ഗ്ലിറ്ററിൻ്റെ ബോട്ടിൽ. പിന്നെ ഞാൻ 2 പെണ്ണെടുത്തു. 2ഉം ജെൽ പെന്നാണ്. ഒന്ന് ആർട്ട് ലൈൻ്റെയും പിന്നെ ഒരെണ്ണം നോർമലുമാണ്. പക്ഷേ 2ഉം ജെൽ തന്നെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് വാങ്ങിച്ച ഐറ്റമാണ് ഇത് മീഷോന്ന് ഓർഡർ ചെയ്തതാണ്, അവിടുന്ന് മേടിച്ചതല്ല. പക്ഷെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 3 എണ്ണത്തിന് വന്നത് എനിക്ക് അറൗണ്ട് 130 റുപ്പീസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ യൂസ് ആക്കി നോക്കി. പിന്നെ ഈ ഒരു സീക്വൻസ് ആണ് വാങ്ങിച്ചത്. ഇതും ഞാൻ അവിടുന്ന് കിട്ടും പ്രതീക്ഷ ആയിട്ടല്ല കേട്ടോ. അതെന്തായാലും എനിക്ക് കിട്ടി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷേപ്പ്, ഹാർട്ട് ഷേപ്പിലൊക്കെ വരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. കുറച്ച് ഐഡിയാസൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാം.
അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് മേടിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.